പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ് ഈ പാഠത്തിൻ്റെ 2ാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കൺട്രോളിങ്ങിൻ്റെ പ്രത്യേകതകളും അതോടൊപ്പം തന്നെ കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യവും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് കൺട്രോളിങ്ങിൻ്റെ പരിമിതികളെക്കുറിച്ചാണ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് കൺട്രോളിംഗ് അനിവാര്യമായ ഒരു കർത്തവ്യമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. സ്ഥാപന ലക്ഷ്യം ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നേടിയെടുക്കുന്നതിന് കൺട്രോളിംഗ് അനിവാര്യമാണ് നമ്മൾ കാണുകയുണ്ടായി. But it also suffers from certain limitations. What are the major limitations of controlling? ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ചും ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ വരുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡുകൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് തീരുമാനിക്കുക പ്രയാസകരമാണ്. എന്നാൽ നമുക്കറിയാം, ക്വാണ്ടിറ്റി ആയിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് സ്റ്റാൻഡേർഡുകൾ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും കമ്പാരിസൺ നടത്തിക്കൊണ്ട് ഡീവിയേഷൻ ഉണ്ടോ എന്ന് കണ്ടെത്തുക പ്രയാസകരമാണ്. നമുക്കറിയാം, കൺട്രോളിങ്ങിലൂടെ നിർവഹിക്കപ്പെടുന്നത് സ്റ്റാൻഡേർഡുകൾ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് ആക്ച്വൽ പെർഫോമൻസുമായിട്ട് ഈ സ്റ്റാൻഡേർഡ് താരതമ്യം ചെയ്തുകൊണ്ട് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ സ്വീകരിക്കലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡീവിയേഷൻ ഉണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുകയും ആ സ്റ്റാൻഡേർഡുകളുമായിട്ട് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുകയും വേണം. എന്നാൽ പലപ്പോഴും സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുക പല കാര്യങ്ങൾക്കും ഏറെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. All standards cannot be fixed in quantitative terms so that controlling become less effective. കൺട്രോളിംഗ് കൂടുതൽ ഫലവത്തായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ ഇൻവോൾവ്ഡ് ആകുന്ന കേസുകളിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുക പ്രായോഗികമല്ല. ഉദാഹരണമായിട്ട് ദ മൊറൽ ഓഫ് എംപ്ലോയീസ്, ജീവനക്കാരുടെ കൂറും വിശ്വസ്തതയും, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ഉപഭോക്താക്കൾ എത്രമാത്രം സംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്, ഓർ ദ ബിഹേവിയറൽ പാറ്റേൺ ഓഫ് എംപ്ലോയീസ്, ജീവനക്കാരുടെ പെരുമാറ്റ രീതികൾ, ഇവയൊക്കെ നമുക്കെന്താണ് ക്വാണ്ടിറ്റേറ്റീവായിട്ട് സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കാൻ സാധ്യമല്ല. കാരണം ഇവയെല്ലാം ക്വാളിറ്റേറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളാണ്. അവയ്ക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് കമ്പാരിസൺ നടത്തി ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഫലവത്തായിട്ട് കൺട്രോളിംഗ് നടപ്പിലാക്കണമെങ്കിൽ സ്റ്റാൻഡേർഡുകൾ ക്വാണ്ടിറ്റിയിൽ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴും ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് വരുന്ന ഘട്ടങ്ങളിൽ സ്റ്റാൻഡേർഡുകൾ ക്വാണ്ടിറ്റിയിൽ ഫിക്സ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. ഇതാണ് കൺട്രോളിങ്ങിൻ്റെ ഒന്നാമത്തെ പരിമിതിയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. Here the standards cannot be determined in quantitative terms. It makes the controlling process more difficult. അവിടെ കൺട്രോളിംഗ് സാധ്യമല്ലാതായിത്തീരുന്നു, കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്. So this is the first shortcoming of controlling function of management, difficulty in setting standards. And secondly, ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ബാഹ്യ ഘടകങ്ങളുണ്ട്. ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ചാപ്റ്റർ.
There are so many external factors influencing the business operations. ബിസിനസ് പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ബാഹ്യ ഘടകങ്ങളുണ്ട്. സേ ഗവൺമെൻറ് പോളിസി or technological changes or the degree of competition, etc. Such things cannot be controlled by the organization. They are beyond the control of management of the organization. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡുകളോ ടാർഗറ്റുകളോ അറ്റൈൻ ചെയ്യാൻ കഴിയാതെ വന്നേക്കാം. അപ്പോൾ ഇത്തരം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു പരിമിതിയാണ്. അപ്പോൾ കൺട്രോളിങ് ഒരിക്കലും പൂർണ്ണമല്ല. കാരണം എക്സ്റ്റേണൽ ഫോഴ്സസിനെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ബാഹ്യഘടകങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ബിസിനസ്സിനുള്ളിലുള്ള കാര്യങ്ങളെ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുള്ളൂ. മറ്റുള്ള ബാഹ്യഘടകങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൽ വേണ്ട ക്രമീകരണം ചെയ്യാനേ സാധിക്കുകയുള്ളൂ. They are beyond the control of management of the business. So that is another limitation of controlling. Little control on external factors. The external factors which influencing the business operations are beyond the control of management of the business. അവയെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിയന്ത്രണം എന്ന് പറയുന്ന ഒരിക്കലും പൂർണ്ണമായി തീരുന്നില്ല. പലപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ കഴിയാതെ വരുന്നത് മറ്റുള്ള എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ മാറ്റം വരുന്നു. കയറ്റുമതി ഇറക്കുമതികളിലുള്ള ഗവൺമെൻറ് നയത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ സ്ഥാപനം വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ വരുന്നു. ആവശ്യത്തിന് റോ മെറ്റീരിയൽസ് ലഭ്യമാകുന്നില്ല. നമ്മുടെ പ്രൊഡക്ഷൻ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. അവിടെ ടാർഗറ്റ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമല്ല. അവിടെ ആ സ്റ്റാൻഡേർഡുകൾ അറ്റൈൻ ചെയ്യാൻ കഴിയാതെ ഇരുന്നത് അവിടെ സ്ഥാപനത്തിലുള്ള നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൊണ്ടല്ല. അപ്പോൾ അവിടെ കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് സാധ്യമല്ല, അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ അവിടെ സാധ്യമല്ല. കാരണം നമ്മുടെ സ്ഥാപനത്തിനുള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അറ്റൈൻ ചെയ്യാൻ കഴിയാതെ വന്നത്, അല്ലെ ഫിക്സ് ചെയ്ത ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയാത്തത് വന്നത് ജീവനക്കാരുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിനുള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണമല്ല, നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്ര നല്ല കൺട്രോൾ സംവിധാനം ഒരുക്കിയാലും എല്ലാ കാര്യങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. സോ ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ദേ ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. ആൻഡ് തേർഡ്ലി, another limitation of controlling is that there may be resistance from the part of the employees. ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പാണ്. Employees may feel that controlling reduces their freedom. ജീവനക്കാരുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നു. കടുത്ത നിയന്ത്രണ സ്ഥാപനത്തിൽ വരുന്നതോട് കൂടിയിട്ട് ജീവനക്കാരുടെ സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടാവാം. നമുക്കറിയാം, ജീവനക്കാരുടെ സഹകരണമില്ലാതെ ഒരിക്കലും ഒരു കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ സാധ്യമല്ല. എന്നാൽ പലപ്പോഴും ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകാറുണ്ട്. നിയന്ത്രണ സംവിധാന സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നത് ജീവനക്കാരുടെ എതിർപ്പിന് വഴിവെക്കാറുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ഈസ് അനദർ ലിമിറ്റേഷൻ ഓഫ് കൺട്രോളിങ്. ജീവനക്കാരുടെ സഹകരണത്തോടുകൂടി മാത്രമേ കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ആൻഡ് ഫോർത്തലി സ്പീക്കിംഗ്, ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. ഏറെ ചിലവുള്ളൊരു പ്രവർത്തനമാണിത്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ചിലവ് ഏറെ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം, അതിനു വേണ്ടിയിട്ട് എക്സ്പേർട്ട് സ്റ്റാഫുകളെ നിയമിക്കേണ്ടി വരും. ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യേണ്ടതുണ്ട്.
അവിടെ കമ്പാരിസൺ നടത്തുകയും കറക്റ്റീവ് ആക്ഷൻ എടുക്കാനും ആവശ്യമുള്ള സ്റ്റാഫിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്, അതിനുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. ഇതൊക്കെ ചിലവേറിയൊരു കാര്യമാണ്. സോ സ്മോൾ ഓർഗനൈസേഷൻസ് കനോട്ട് അഫോർഡ് ആൻ ഇഫക്റ്റീവ് സിസ്റ്റം ഓഫ് കൺട്രോൾ. ആൻ ഇഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം ഈസ് നോട്ട് ഫീസിബിൾ ടു സ്യൂട്ടബിൾ ടു സ്മോൾ ഓർഗനൈസേഷൻസ്. ചെറുകിട സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമല്ല അതുകൊണ്ട് ഇത്തരം കൺട്രോൾ സിസ്റ്റം. കാരണം കൂടുതൽ ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു സ്ഥാപനത്തിൽ കൺട്രോൾ സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ അതിൽ നിന്നുള്ള ബെനഫിറ്റും അതിൽ ഇൻവോൾവ് ആയുള്ള കോസ്റ്റും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് കോസ്റ്റേക്കാളും കൂടുതൽ ബെനഫിറ്റ് അത് നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ അവ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പൊതുവിൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ചിലവേറിയൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് വൻകിട സ്ഥാപനങ്ങൾക്ക് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയുമെങ്കിലും ചെറുകിട സ്ഥാപനങ്ങൾക്ക് കൺട്രോൾ മെക്കാനിസം അല്ലെങ്കിൽ കൺട്രോൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ചെറുകിട സ്ഥാപനങ്ങളിൽ കൺട്രോൾ മെക്കാനിസം അല്ലെങ്കിൽ കൺട്രോൾ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഇൻവോൾവ്ഡ് ആയുള്ള കോസ്റ്റും അതിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റും കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ ഒരു കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസിലൂടെ മാത്രമേ അതിൻ്റെ സ്യൂട്ടബിലിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത്തരം കൺട്രോൾ സിസ്റ്റം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ദീസ് ഓൾ ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? ഫസ്റ്റ് വൺ, ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. ആൻഡ് സെക്കൻഡ്ലി, ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ബാഹ്യഘടകങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം. ആൻഡ് തേർഡ്ലി, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന എതിർപ്പാണ്. ആൻഡ് ലാസ്റ്റ്ലി, കോസ്റ്റ്ലി അഫെയർ. കൂടുതൽ ചിലവുണ്ടാകുന്നു എന്നുള്ളൊരു പരിമിതിയാണ്. സോ ദീസ് ഓൾ ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്. In this chapter, next about relationship between planning and controlling. We know planning and controlling are two separate functions of management. Management functions begins with planning and we know ends with controlling. The first and the last functions are planning and controlling. How these functions are related? ഇപ്പോൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. സാധാരണ പറയാറുണ്ട് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻസെപ്പറബിൾ ടീംസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഇരട്ടകളായിട്ട്, ഇൻസെപ്പറബിൾ ആയിട്ടുള്ള സയാമീസ് ഇരട്ടകളായിട്ടാണ് സാധാരണ പറയപ്പെടാറുള്ളത്. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻസെപ്പറബിൾ ടീംസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു സയാമീസ് ഇരട്ടകൾ പോലെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഫങ്ഷൻസ് അല്ല ഇവ. they are closely related. What are the points of relationship between these two functions? Firstly, both are interdependent and inseparable functions of management. പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു. പ്ലാനിങ് കൺട്രോളിങ്ങിനെ ആശ്രയിക്കുന്നു, കൺട്രോളിങ് പ്ലാനിങ്ങിനെ ആശ്രയിക്കുന്നു. ആൻഡ് ഓൾസോ ഇൻസെപ്പറബിൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തവയാണ്, ഇൻസെപ്പറബിൾ ഫങ്ഷൻസ് ആണ്. വി നോ വിത്തൗട്ട് എ പ്ലാൻ ദർ ഈസ് നത്തിങ് ടു കൺട്രോൾ. അപ്പോൾ പ്ലാൻ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ അവിടെ സ്റ്റാൻഡേർഡുകൾ ലഭ്യമല്ല, ഒരിക്കലും ആക്ച്വൽ പെർഫോമൻസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ അവിടെ കൺട്രോളിങ് സാധ്യമല്ലാതായിത്തീരുന്നു. സോ വിത്തൗട്ട് എ പ്ലാൻ ദർ ഈസ് നത്തിങ് ടു കൺട്രോൾ. മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടില്ല, സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൺട്രോളിങ് അവിടെ സാധ്യമല്ല, ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പ്രീ റിക്വസിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അനിവാര്യതയാണ്, മുൻകൂട്ടി നടക്കേണ്ട ഒരു പ്രവർത്തനമാണ്
കൺട്രോളിങ് സാധ്യമാകണമെങ്കിൽ. സോ പ്ലാനിങ് ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കൺട്രോൾ. പ്ലാനിങ് യൂസ്ലെസ് ആയിത്തീരുന്നു കൺട്രോളിങ് ഇല്ല എങ്കിൽ. ഒരു സ്ഥാപനത്തിൽ കൺട്രോൾ സംവിധാനമില്ലെങ്കിൽ പ്ലാനിങ് കൊണ്ട് പ്രയോജനമില്ല. കാരണം ടാർഗറ്റുകൾ, സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ആ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമില്ല, അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റം ഇല്ല എങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കൺട്രോൾ. പ്ലാനിങ് പ്രയോജനരഹിതമാണ് കൺട്രോളിങ് സംവിധാനമില്ല എങ്കിൽ. വിശദമായ പ്ലാനുകൾ തയ്യാറാക്കി ടാർഗറ്റുകൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, കൺട്രോൾ സംവിധാനം ആ സ്ഥാപനത്തിലില്ല എങ്കിൽ. നേരെ തിരിച്ച് കൺട്രോളിങ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് പ്ലാൻ. പ്ലാനുകളില്ലാതെ കൺട്രോളിങ് ഒട്ടും സാധ്യവുമല്ല. കാരണം പ്ലാനിങ്ങിൻ്റെ സമയത്താണ് ടാർഗറ്റുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുന്നത്. അതുപയോഗിച്ചുകൊണ്ടാണ് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്തുകൊണ്ട് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൺട്രോൾ സംവിധാനം നടപ്പിലാകണമെങ്കിൽ അവിടെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കണം. ടാർഗറ്റുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം. സോ കൺട്രോളിങ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് എ പ്ലാൻ. അപ്പോൾ പ്ലാനുകൾ തയ്യാറാക്കാതെ ഒരിക്കലും കൺട്രോളിങ് നടത്തുക സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബോത്ത് ദീസ് ഫങ്ഷൻസ് ആർ ഇൻസെപ്പറബിൾ ആൻഡ് ഓൾസോ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നവയാണ്. പ്ലാനിങ്ങിന് കൺട്രോളിങ്ങിന് ആവശ്യമാണ്, തിരിച്ച് കൺട്രോളിങ്ങിന് പ്ലാനിങ്ങിനെയും ആവശ്യമാണ്. ബോത്ത് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് ഓൾസോ ഇൻസെപ്പറബിൾ ഫങ്ഷൻ. ഒന്നില്ലാതെ മറ്റൊന്ന് സാധ്യമല്ല. സോ പ്ലാനിങ് ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കൺട്രോളിങ് ആൻഡ് കൺട്രോളിങ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് പ്ലാനിങ്. So both the planning and controlling are closely related. And secondly, planning and controlling are interrelated and also reinforce each other. Both are interrelated. They are closely related and also reinforce each other. ഒന്ന് മറ്റൊന്നിനെ പൂർത്തീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊന്നിനെ പിന്താങ്ങുന്ന ഒന്നാണ്, അല്ലെങ്കിൽ മറ്റൊന്നിനെ പൂർത്തീകരിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ പരസ്പരം സഹായമായിട്ട് വർത്തിക്കുന്നു, ഒന്ന് മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്നു. സോ റീഇൻഫോഴ്സ് ഈച്ച് അതർ. പ്ലാനിങ് മേക്സ് കൺട്രോളിങ് ഈസിയർ ആൻഡ് ഇഫക്റ്റീവ്. പ്ലാനിങ്ങിലൂടെ കൺട്രോളിങ് എളുപ്പമാകുന്നു. കാരണം പ്ലാനിങ്ങിൻ്റെ സമയത്ത് എല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്നു. ടാർഗറ്റുകൾ, സ്റ്റാൻഡേർഡുകൾ, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കമ്പാരിസൺ എളുപ്പമായി തീരും. ആക്ച്വൽ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക എളുപ്പമായി തീരും. അപ്പോൾ കൺട്രോളിങ്ങിനെ എളുപ്പമാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഫലവത്താക്കി തീർക്കുന്നത് പ്ലാനിങ് ആണ്. നേരെ തിരിച്ച് കൺട്രോളിങ് റിവീൽസ് ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ്ങിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോളിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്ലാനുകൾ അതിലൂടെ റിവൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്ലാനുകൾ പിന്നീട് ഫ്യൂച്ചറിൽ റിവൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കൺട്രോളിങ് ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്ലാനിങ് കൺട്രോളിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു, തിരിച്ച് കൺട്രോളിങ് പ്ലാനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം കൺട്രോളിങ് കൂടുതൽ ഈസിയർ ആക്കുന്നത്, കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്നത് പ്ലാനിങ് ആണ്. നേരെ തിരിച്ച് കൺട്രോളിങ്ങിലൂടെ പ്ലാനിങ്ങിൻ്റെ പരിമിതികൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പ്ലാനുകൾ പരിഷ്കരിക്കുന്നതിന് കൺട്രോളിങ് നമ്മളെ സഹായിക്കുന്നു. സോ ബോത്ത് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഓൾസോ റീഇൻഫോഴ്സ് ഈച്ച് അതർ. ആൻഡ് തേർഡ്ലി സ്പീക്കിംഗ്, പ്ലാനിങ് ഈസ് ലുക്കിംഗ് അഹെഡ് ആൻഡ് കൺട്രോളിങ് ഈസ് ലുക്കിംഗ് ബാക്ക്. നാളുകളിലേക്കുള്ള എത്തിനോട്ടമാണ് പ്ലാനിങ് എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. നാളേക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലുക്കിംഗ് അഹെഡ് ഓർ ലുക്കിംഗ് ഫോർവേഡ്. ഇറ്റ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻ. വി നോ പ്ലാനിങ് എന്ന് പറയുന്നത് നാളേക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ലുക്കിംഗ് അഹെഡ്, നാളേക്കുള്ളൊരു എത്തിനോട്ടമാണ്. എന്നാൽ കൺട്രോളിങ്ങോ ഇന്നലകളിലേക്കുള്ളൊരു തിരിഞ്ഞു നോട്ടമാണ്.
ലുക്കിംഗ് ബാക്ക്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ് കൺട്രോളിങ്. കാരണം കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തുന്നത് കൺട്രോളിങ്ങിലൂടെ. We know plans are prepared for the future. So plans are, or planning is looking ahead. But we know controlling is a postmortem of past activities. ചെയ്തു തീർത്ത പ്രവർത്തികളെ, കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെ അവിടെ വിശകലനം ചെയ്യലാണ്, പോസ്റ്റ്മോർട്ടമാണ്. ഇറ്റ് ഈസ് എ പോസ്റ്റ്മോർട്ടം ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞുപോയ കാലങ്ങളെ വിലയിരുത്തലാണ്, അല്ലെ ഇന്നലകളിലേക്കുള്ളൊരു തിരിഞ്ഞു നോട്ടമാണ്. സോ ഇറ്റ് ഈസ് ബാക്ക്വേർഡ് ലുക്കിംഗ്. കൺട്രോളിങ് ഈസ് ബാക്ക്വേർഡ് ലുക്കിംഗ്. അപ്പോൾ ബേസിക്കലായിട്ട് പ്ലാനിങ് എന്ന് പറയുന്നത് ലുക്കിംഗ് അഹെഡും കൺട്രോളിങ് ലുക്കിംഗ് ബാക്കുമാണെങ്കിലും രണ്ടും ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ലുക്കിംഗ് അഹെഡ് ആണെന്ന് പറയാൻ സാധിക്കും. പ്ലാനിങ് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറഞ്ഞു, അതുപോലെ കൺട്രോളിങ് എന്ത് തന്നെയാണ്, ഫ്യൂച്ചറിസ്റ്റിക് തന്നെയാണ്. ബേസിക്കലായിട്ട് രണ്ടും വ്യത്യസ്തമെന്ന് നമുക്ക് തോന്നിയേക്കാം. കാരണം പ്ലാനിങ് എന്ന് പറയുന്നത് ലുക്കിംഗ് അഹെഡാണ്, എന്നാൽ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ബാക്കാണ്. എന്നാൽ പ്ലാനിങ് പോലെ കൺട്രോളിങ്ങും എന്ന് പറയുന്നത് ഭാവിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കൺട്രോളിങ്ങിലൂടെ നിർവഹിക്കപ്പെടുന്നത് അവിടെ ഭാവിയിൽ ഡീവിയേഷൻ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ്. അവിടെ ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ കോസസ് അനലൈസ് ചെയ്യുകയും അത് ആവർത്തിക്കാതിരിക്കാനുള്ള കറക്റ്റീവ് ആക്ഷൻ സ്വീകരിക്കലുമാണ് കൺട്രോളിങ് നിർവഹിക്കുന്നത്. അപ്പോൾ കൺട്രോളിങ്ങും ഫ്യൂച്ചറിസ്റ്റിക് തന്നെയാണ്. അപ്പോൾ പ്ലാനിങ് പോലെ തന്നെ കൺട്രോളിങ്ങും ലുക്കിംഗ് അഹെഡാണ്, അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ആണെന്ന് പറയാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ ബന്ധമെന്ന് പറയുന്നത്, പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധം. രണ്ടും ഫ്യൂച്ചറിസ്റ്റിക് തന്നെയാണ്, അല്ലെങ്കിൽ രണ്ടും ഫോർവേഡ് ലുക്കിംഗ് ആണ്. ബേസിക്കായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്ലാനിങ് ലുക്കിംഗ് അഹെഡ് ആണെന്ന് പറയുന്നു, കൺട്രോളിങ് ലുക്കിംഗ് ബാക്ക് ആണെന്ന് പറയുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി ബോത്ത് ആർ ഫോർവേഡ് ലുക്കിംഗ് ഓർ ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. ദെൻ next relationship is that planning is prescriptive and controlling is evaluative. പ്ലാനിങ് പ്രിസ്ക്രിപ്റ്റീവ് ആണ്. വേണ്ട പ്രിസ്ക്രിപ്ഷൻ നൽകുന്ന, അല്ലെങ്കിൽ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു മാർഗനിർദ്ദേശം നൽകുന്ന പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നാളെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് വ്യക്തത നൽകുന്ന പ്രിസ്ക്രിപ്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ കാര്യങ്ങൾ ചെയ്തു എന്ന് വിലയിരുത്തലാണെന്ത്, കൺട്രോളിങ്. അപ്പോൾ കൺട്രോളിങ് ഇവാലുവേറ്റീവാണ്. അപ്പോൾ പ്ലാനിങ് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നു, അവ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന്, പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നു കൺട്രോളിങ്. അപ്പോൾ ഒന്നിൻ്റെ തുടർച്ചയാണ് മറ്റത്. കാരണം പ്ലാനിങ്ങിലാണ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്, ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തലാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് ഈസ് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് കൺട്രോളിങ് ഈസ് ഇവാലുവേറ്റീവ്. പ്ലാനിങ് പ്രൊവൈഡ്സ് ദ ഗൈഡ് ലൈൻസ് ഫോർ കൺട്രോളിങ്. അപ്പോൾ കൺട്രോളിങ്ങിന് വേണ്ട ഗൈഡ് ലൈൻസ് നൽകുന്ന പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിൽ തീരുമാനിക്കുന്ന കാര്യം വെച്ചുകൊണ്ടാണ് കൺട്രോളിങ് നിർവഹിക്കുന്നത്. നേരെ തിരിച്ച് കൺട്രോളിങ് ഇവാലുവേറ്റ്സ് ദ പെർഫോമൻസ് ഓഫ് പ്ലാൻഡ് ആക്ടിവിറ്റീസ്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലായോ എന്ന് വിലയിരുത്തലാണ് കൺട്രോളിങ്. സോ കൺട്രോളിങ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് പ്ലാൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഘട്ടത്തിലാണ് കൺട്രോളിങ്ങിന് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ പ്ലാനിങ് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് ആയിട്ട് മാറുന്നു കൺട്രോളിങ്ങിനുള്ള. നേരെ തിരിച്ച് പ്ലാനിങ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്, പ്ലാൻ പ്രകാരം കാര്യങ്ങൾ ചെയ്തോ എന്ന് പരിശോധിക്കലാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. സോ ബോത്ത് ആർ ക്ലോസ്ലി റിലേറ്റഡ്. അപ്പോൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള 4 പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ്ലി, ബോത്ത് ആർ interdependent and inseparable functions of management. And secondly,
Both are interrelated and reinforce each other. And thirdly, planning is looking ahead and controlling is looking back. But we know ultimately planning and controlling are futuristic in nature or forward looking in nature. And lastly, planning is prescriptive and controlling is evaluative. കൺട്രോളിങ്ങിന് വേണ്ട ഗൈഡ് ലൈൻസ് നൽകുന്ന പ്ലാനിംഗ് ആണ്. പ്ലാൻ പ്രകാരം കാര്യങ്ങൾ ചെയ്തോ എന്ന് വിലയിരുത്തുന്നത് കൺട്രോളിങ്ങിലാണ്. So these all are the major relationship between planning and controlling. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസ്, ഫസ്റ്റ്ലി ദ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് ആൻഡ് സെക്കൻഡ്ലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. Thank you all. Thank you for watching this video.